കുറ്റാന്വേഷണ ചിത്രങ്ങൾ സിനിമയുടെ വിജയഘട്ടങ്ങളിൽ പ്രധാനപ്പെട്ട പശ്ചാത്തലമാണ്. ഈ ജാനറിൽ വ്യത്യസ്തമായ നിരവധി സിനിമകൾ എല്ലാ ഭാഷകളിലും പ്രദർശനത്തിനെത്തി പ്രേക്ഷകരെ ആകർഷിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ പൂർണ്ണമായും ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ജാനറിൽ നാം ഇതുവരെ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടില്ലാത്ത രീതിയിൽ ഒരു പുതിയ സിനിമയുടെ തുടക്കം കുറിക്കുന്നു. ഒരുപിടി മികച്ച ഹ്രസ്വചിത്രങ്ങൾ ഒരുക്കി ശ്രദ്ധേയനായ ജിതിൻ സുരേഷ് ടി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ധീരം. ചിത്രം ജനുവരി 15 ബുധനാഴ്ച കോഴിക്കോട് ചിത്രീകരണം ആരംഭിച്ചു. റെമോ എന്റർടൈൻമെന്റ്സ് ഇൻ അസോസിയേഷൻ വിത്ത് മലബാർ ടാക്കീസിന്റെ ബാനറിൽ റിമേഷ് എം.എസും ഹരീസ് അമ്പഴത്തെങ്കിലും ചേർന്നാണ് ഈ ചിത്രം നിർവഹിക്കുന്നത്. ചിത്രത്തിന്റെ കോ പ്രൊഡ്യൂസർ ഹബീബ് റഹ്മാനാണ്. കോഴിക്കോട് ബീച്ചിലെ ഫിഷറീസ് വകുപ്പിന്റെ ബിൽഡിംഗിൽ അണിയറ പ്രവർത്തകരും ബന്ധുമിത്രാദികളും അടങ്ങുന്ന ലളിതമായ ചടങ്ങിൽ ജനുവരി 15 ബുധനാഴ്ച ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചു. കഥയിലും അവതരണത്തിലും തികച്ചും വ്യത്യസ്തമായ ഒരു ഇൻവെസ്റ്റിഗേഷൻ പാറ്റേണാണ് ഈ ചിത്രത്തിന് വേണ്ടി സ്വീകരിച്ചിരിക്കുന്നത്. കുറ്റാന്വേഷണ കഥകളിൽ പ്രേക്ഷകന്റെ മുൻവിധികളെ പാടെ തകിടം മറിക്കുന്ന ഒരു ചിത്രം കൂടിയായിരിക്കും ധീരം. ഇന്ദ്രജിത്ത് സുകുമാരനാണ് ഈ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ASP സ്റ്റാലിൻ ജോസഫ് എന്ന കേന്ദ്ര കഥാപാത്രത്തെയാണ് ഇന്ദ്രജിത്ത് ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ദിവ്യ പിള്ള, അജു വർഗീസ്, രഞ്ജി പണിക്കർ, നിഷാന്ത് സാഗർ, റെബേക്ക മോണിക്ക ജോൺ, സാഗർ സൂര്യ, അവാന്തിക മോഹൻ എന്നിവരാണ് പ്രധാന താരങ്ങൾ. ഒരേ മുഖം, പുഷ്പക വിമാനം, പടക്കുതിര എന്നീ ചിത്രങ്ങൾക്ക് തിരക്കഥ ഒരുക്കിയ ദീപു S. നായരും സന്ദീപ് സദാനന്ദനും ചേർന്നാണ് ഈ ചിത്രത്തിന് തിരക്കഥ രചിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ സംഗീതം ഒരുക്കിയിരിക്കുന്നത് മണികണ്ഠൻ അയ്യപ്പനാണ്. ഛായാഗ്രഹണം സൗഗന്ത് SUവും നിർവഹിച്ചിരിക്കുന്നു. എഡിറ്റിംഗ് നിർവഹിക്കുന്നത് നഗൂരൻ രാമചന്ദ്രനാണ്. കലാസംവിധാനം സാബുമോനും മേക്കപ്പ് പ്രദീപ് ഗോപാലകൃഷ്ണനും നിർവഹിക്കുന്നു. ചിത്രത്തിന്റെ കോസ്റ്റ്യൂം ഡിസൈൻ റാഫി കണ്ണാടിപ്പറമ്പും നിശ്ചല ഛായാഗ്രഹണം സേതു അത്തിപ്പള്ളിയുമാണ്. ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായി തൻവിൻ നസീറും പ്രവർത്തിക്കുന്നു. ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ മാനേജർ ധനേഷാണ്. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് കമലാഷൻ പയ്യന്നൂരും പ്രൊഡക്ഷൻ കൺട്രോളർ ശശി പൊതുവാളുമാണ്. കോഴിക്കോടും കുട്ടിക്കാനത്തുമായി ഈ ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയാക്കും. ചിത്രത്തിന്റെ PRO വാഴൂർ ജോസാണ്.